ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമുക്ക് കുറച്ചധികം ചെടികൾ ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ വിലയിൽ അസേലിയ മുതലുള്ള ചെടികൾ നമ്മൾ കോംബോ ആയിട്ടും അല്ലാതെയൊക്കെ ഇട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ വാങ്ങാം. നമ്മൾ ചെടികൾ അയക്കുന്നത് DTDC വഴി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ്. സ്പീഡ് പോസ്റ്റിന് നമുക്ക് GST കൊടുക്കണം, അപ്പോൾ പോസ്റ്റ് ചാർജ് ഇച്ചിരി കൂടുതലാവും. പിന്നെ നമ്മൾ എല്ലാം കോംബോ ആയിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം ഓർഡർ ചെയ്യുക. നമുക്ക് ആദ്യത്തെ കോംബോ, ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് അസേലിയയുടെ കോംബോ ആണ്. അസേലിയയുടെ കളർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 വെറൈറ്റിയോളം കളറുകൾ വന്നിട്ടുണ്ട്. എല്ലാം മൾട്ടി പെറ്റൽസ് ആണ്. നമ്മളിതിനകത്ത് കുറച്ച് കളറുകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ചെറിയ പ്ലാന്റ് ആണ്, പ്ലാന്റ് സൈസ് ഇതൊക്കെയാണ് നമ്മുടെ കളറുകളുള്ളത്. എല്ലാം ഡബിൾ പെറ്റൽസ് തന്നെയാണ്. പിന്നെ ചെറിയ പ്ലാന്റ് ആണ്, പ്ലാന്റ് സൈസ് താണ്ട് ഇതുപോലത്തെയാണ്. ഒറ്റ സ്റ്റെമ്മിൽ ഇതുപോലെ വരുന്ന ചെടികളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ചെടികളാണ്. അപ്പം നമ്മൾ പൂക്കൾ ചെറുതിലേ, അസേലിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെടികൾ ചെറുതിലേ പൂക്കും, അല്ലാതെ ചെടികൾ ഒത്തിരി വലുതായിട്ടല്ല. ചെടികൾ വലുതാവുന്ന അനുസരിച്ച് പൂക്കളുടെ എണ്ണം കൂടിയാണ് വരുന്നത്, തിക്കായിട്ട്. അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും. 5 കളറിൻ്റെ ഒരു കോംബോ നമ്മൾ 480 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും. ഇനി അതല്ല, നമുക്ക് 3 കളറിൻ്റെ കോംബോ ആണ് വേണ്ടതെങ്കിൽ 3 കളറിൻ്റെ കോംബോയും ഉണ്ട്. 3 കളറിൻ്റെ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 285 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം ഇതാണ് 2 കോംബോ പ്രൈസും. പിന്നെ കളർ സെലക്ഷൻ ഉണ്ടാവില്ല, കാരണം നമ്മൾ എല്ലാം സെപ്പറേറ്റ് തരംതിരിച്ചാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പം നമ്മൾ ഏതെങ്കിലും 5 കളറ് അല്ലെങ്കിൽ ഏതെങ്കിലും 3 കളർ ഇങ്ങനെ ആയിരിക്കും നമ്മൾ കോംബോയിൽ ആഡ് ചെയ്യുന്നത്. ചെറിയ പ്ലാന്റാണ്, പ്രത്യേകം പറഞ്ഞതാണ്. ചില ഫ്ലവർ വിരിയുന്നത് മിനിയേച്ചർ ടൈപ്പിലും ചിലത് ഹൈറ്റിൽ വിരിയുന്നതും ഉണ്ട്. അപ്പം മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആയിരിക്കും. അടുത്തത് നമുക്ക് പ്ലെറോമ അല്ലെങ്കിൽ പ്രിൻസസ് ഫ്ലവർ, ഗ്ലോറി ബുഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇത് നമ്മൾ അധികം ഹൈറ്റ് വെക്കില്ല, ഒരു 3 അടി ആ ഒരു ഹൈറ്റിൽ നല്ല വന്ന് ബുഷിയായിട്ട് നമുക്ക് വെട്ടി വളർത്താൻ പറ്റുന്നതാണ്. ഒരു മെലസ്റ്റോമ ലീഫ് പോലെ വരുന്നതാണ് ഇതിൻ്റെ ലീഫുകൾ. നല്ല നമ്മൾ പ്രിൻസസിനെ പോലെ ഉള്ള കളറാണ്, നമുക്ക് നല്ല ഫ്ലവറാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട്. ഒരു സിൽവർ കളർ പോലെ ഇതിൻ്റെ ലീഫിന് വരും. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയാണ് റേറ്റ്. ഇനി നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസിൻ്റെ കോംബോ ആണ്. ഈ കാണുന്ന 5 കളർ, ഡാർക്ക് മജന്ത, ഓറഞ്ച്, പിന്നെ വൈറ്റ്, പിങ്ക്, റെഡ്, ഈ 5 കളറാണ്. നമ്മൾ ഈ 5 കളറും ഈ വീഡിയോയിൽ ഫ്ലവറുകളിൽ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ 5 കളർ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ സൈസ് പ്ലാന്റ് അല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകളാണ് ജിഫി ട്രേയിൽ. അപ്പോൾ ഇതൊരു കാറ്റസ് വർഗ്ഗത്തിലെ ചെടിയാണ്. നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് റൂട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ, ഈ വലിപ്പത്തിലുള്ള നമുക്ക് തൈകൾ 5 കളറിൻ്റെ ഒരു കോംബോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 5 കളറിൻ്റെ കോംബോ 200 രൂപയാണ്. എക്സ്ട്രാ നമുക്ക് കൊറിയർ ചാർജ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവർക്കെല്ലാം ഇതിപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയാവും പൂത്ത് വരുമ്പോഴും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്തത് കുർക്കുമ പ്ലാന്റ് ആണ്. ആന്തൂറിയം പ്ലാന്റ് പോലെ തന്നെ പൂക്കൾ ഒരുപാട് നാൾ നിൽക്കുന്നതും അതുപോലെ ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അധികം കെയർ ഇല്ലാത്ത ചെടിയാണ് നമ്മുടെ കുർക്കുമ പ്ലാന്റ്. ഒരു ഇഞ്ച് വർഗ്ഗത്തിലെയാണ് ഇതിൻ്റെ ലീഫുകളെല്ലാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു പിങ്ക് കളറ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറ് 90 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഷൂട്ട് തിരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒറ്റ ഷൂട്ടുള്ള ഒറ്റ തൈ ആയിരിക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത് പോലെ. പിന്നെ ഷൂട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ കിഴങ്ങ് അനുസരിച്ചായിരിക്കും 1 or 2 തൈ വരുന്നത്. ചിലപ്പം ചിലവർക്ക് 1 തൈ ആയിരിക്കാം, ചിലവർക്ക് 2 തൈ ആയിരിക്കാം. അതിൻ്റെ ആ ചെവിട്ടിലുള്ള മഞ്ഞൾ, ഇഞ്ചി പോലത്തെ ചെറിയ കിഴങ്ങുകളാണ്, അതനുസരിച്ചാണ് തൈകൾ വരുന്നത്. അടുത്ത നമുക്ക് ലെജസ്റ്റോമിയയുടെ 2 കളറാണുള്ളത്. ഇതാണ് ലെജസ്റ്റോമിയ റെഡ്. പിന്നെ നമുക്ക് അടുത്ത കളർ എന്ന് പറയുന്നത് ലെജസ്റ്റോമിയയുടെ മജന്ത, റാണി പിങ്ക് എന്ന് പറയുന്ന കളറാണ്. ഇത് റെഡിൽ ബ്ലാക്ക് ലീഫും അതുപോലെ ലെജസ്റ്റോമയുടെ മജന്ത കളർ ഇതുപോലെ ഗ്രീൻ ലീഫും. ഇത് മജന്ത എന്ന് പറയുന്നത് ഡാർക്ക് മജന്ത, റാണി പിങ്ക് വരുന്ന കളറാണ്. അപ്പോൾ ഈ 2 വെറൈറ്റിക്കും ലീഫിന് വ്യത്യാസമുണ്ട്. ഇങ്ങനെ മുത്തുകൾ പോലത്തെ മുട്ടുകളും
പൂക്കളും ഇതുപോലെയാണ്, നല്ല കൊലകൊലയായിട്ട് വിരിയും. ഒരു ചെറിയൊരു കുറ്റിച്ചെടിയാണ്. അപ്പം ഗ്രീൻ ലീഫ് വരുന്ന ഇതാണ് പ്ലാന്റ് സൈസ്, അതുപോലെ റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ കോംബോയിൽ 190 രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ചില സമയത്ത് ഇല പൊഴിയുന്ന ഒരു സമയമുണ്ട്. പാക്ക് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ 1-2 ഇലകൾ പൊഴിഞ്ഞു പോകും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഈ ചെടിയുടെ രീതി ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് ഒരുപാട് സെയിൽ നമ്മൾ മുൻപ് റെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചേച്ചി വാങ്ങിച്ച് അവരുടെ വീട്ടിൽ കണ്ടോ പൂത്തപ്പം നമുക്ക് ചട്ടിയിൽ നട്ടിയാണ്. അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇടവിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ലെജസ്റ്റോമിയ. അടുത്ത നമുക്ക് മാൻഡിവില്ലയുടെ ഈ 3 വെറൈറ്റി കളറുകൾ, നമുക്ക് റെഡ്, പിങ്ക്, വൈറ്റ് 3 കളറുകൾ ഇതുപോലത്തെ ജിഫി ട്രേയിലെ തൈകളാണ് നമുക്ക് സെയിലിനുണ്ട്. നമ്മൾ ഇത് ജിഫിയുടെ ആ ട്രേയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് അയക്കുന്നത്. ഇതുപോലെ ചെറിയ തൈകളാണ്, കണ്ടോ 4 പരുവൊക്കെ ഉള്ള തൈകളാണ്, നേരിയ വള്ളികൾ. 3 കളർ കോംബോയ്ക്ക് നമ്മൾ 290 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ്. ഇതിപ്പോൾ നമുക്കൊരു നേഴ്സറിക്കാർ ഓർഡർ തന്നത് അവർക്ക് അയക്കാൻ വേണ്ടി നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. മാൻഡിവില്ലയ്ക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല മാൻഡിവില്ല, ഇടവിട്ട സമയങ്ങളിൽ മാത്രം വരുന്നതാണ്. പക്ഷേ വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ മാൻഡിവില്ല എന്ന് പറയുന്നത്. നല്ല സൂര്യപ്രകാശം വേണം, വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സും ആയിരിക്കണം മാൻഡിവില്ലയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. അടുത്ത നമുക്കൊരു വെറൈറ്റി ചെടിയാണ് പൗഡർ പഫിൻ്റെ റെഡും അതുപോലെ ഈ പിങ്ക് കളറും ഉണ്ട്. ചെറിയൊരു കുറ്റിച്ചെടിയാണ്. അതുപോലെ നമുക്ക് ബോൺസായി പോലെ നമുക്ക് കട്ട് ചെയ്ത് ബുഷിയായിട്ടും നമുക്ക് ചട്ടിയിൽ നടാൻ പറ്റുന്ന ചെടിയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇത് റെഡാണ്. റെഡിന് നമുക്ക് റേറ്റ് കൂടുതലാണ്. റെഡ് നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാം. ചട്ടികളിലൊക്കെ റെഡ് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. പൗഡർ പഫ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇനി അതുപോലെ നമുക്ക് പിങ്കുണ്ട്. അപ്പം പൗഡർ പഫ് പിങ്ക് നമ്മുടെ ഇതാണ്. പിങ്കിന് റേറ്റ് കുറവാണ്. പിങ്കിന് നമുക്ക് 100 രൂപയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് രണ്ടും പല ചെടിക്കും പല വലിപ്പ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. നമ്മുടെ ഇതുപോലത്തെ ചെടികളിൽ പിങ്ക് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത്. അടുത്ത നമുക്ക് ആന്തൂറിയത്തിൻ്റെ ചെടികൾ വന്നിട്ടുണ്ട്. അതുപോലെ ഹൈബ്രിഡ് ആന്തൂറിയാണ്. ഡിഫറെൻറ്റ് ലീഫിൽ ഡിഫറെൻറ്റ് ഫ്ലവർ വ്യത്യാസങ്ങളാണ് വരുന്നത്. നീണ്ട ലീഫ് വരുന്നുണ്ട്, റൗണ്ട് ലീഫ് വരുന്നുണ്ട്, റൗണ്ട് ഫ്ലവർ വരുന്നുണ്ട്, അതുപോലെ നീണ്ട ഫ്ലവർ വരുന്നുണ്ട്. പല വെറൈറ്റി കളറുകൾ, ഒരു 10 കളറിൽ പുറത്ത് നമുക്കുണ്ട്. ഒറ്റ ഷൂട്ടുള്ളൊരു തൈ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പോട്ടോട് കൂടിയിട്ടാകുമ്പോഴത്തേന് ഡബിൾ ഷൂട്ട് വരും. അതിന് റേറ്റ് കൂടുതലാണ്. ഇതുപോലത്തെ ഒറ്റ ഷൂട്ടുള്ള തൈക്ക് 180 രൂപയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കതുപോലെ ജെറേനിയം, ഗ്രൗണ്ട് ജെറേനിയാണ്. നല്ല വലിയ പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല ഫ്ലവറോയിട്ടായിട്ടുള്ളത്, ഡബിൾ കളറും സിംഗിൾ കളറും എല്ലാം. ഇതിനകത്ത് നമുക്ക് 5 കളറിൻ്റെ ഒരു കോംബോയും 3 കളറിൻ്റെ ഒരു കോംബോയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 3 കളറിൻ്റെ കോംബോയ്ക്ക് 450 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും, അതുപോലെ 5 കളറിൻ്റെ കോംബോയ്ക്ക് നമുക്ക് 750 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ് വരുന്നത്. പിന്നെ ഈ ചെടികളൊക്കെ അടുത്ത ആഴ്ച അയക്കത്തോളൂ. ഓർഡർ എടുക്കുവാണ്. ഞങ്ങൾക്ക് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും. അപ്പം നമ്മൾ അയച്ചതിന് ശേഷം നിങ്ങളോട് പറയും. നമ്മുടെ റിപ്ലൈ കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓരോ ദിവസവും നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ് പാക്ക് ചെയ്ത് അയക്കാനുള്ളത്. അപ്പം പാക്ക് ചെയ്ത് അയച്ചിട്ട് വാട്സപ്പിൽ നമ്മൾ അയച്ചവരെ ലിസ്റ്റ് മെസ്സേജ് ഇടും. ഇനി അതുപോലെ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയിലെ ജെറബറയുണ്ട് കേട്ടോ. വലിയ പ്ലാന്റാണ്, അധികം ഹൈറ്റ് വെക്കാതെ ബുഷി ടൈപ്പിൽ കിളിച്ച് വരുന്നതാണ് നമ്മുടെ ഈ ജെറബറ എന്ന് പറയുന്നത്. നാടൻ ടൈപ്പ് അല്ല. നാടൻ ടൈപ്പ് എന്ന് പറയുന്നത് കോലിച്ച് പോകുന്നതാണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ്. ഒരു പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്ത നമുക്ക് ആവക്കാഡോയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രാഫ്റ്റഡ് ആവക്കാഡോ ആണ്. ഇതുപോലെ നമുക്ക് ചെറുതിലേ കായ്ക്കുന്ന അവക്കാഡോ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല മധുരവും ഒക്കെ ഉള്ള ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് ഈ അവക്കാഡോ. കാരണം ഇതിൻ്റെ ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. ഇതിൻ്റെ ഈ ബട്ടറിന് നല്ല മധുരമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നമുക്കുള്ളത്. ചെറുതിലേ നമുക്ക് ഇതുപോലെ കായ്ക്കുന്ന പ്ലാന്റ് ആണ്. അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് നമ്മളിത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ്. 270 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് കംബോഡിയൻ ഗ്രേപ്സ് ആണ്. ഏത് കാലാവസ്ഥയിലും എല്ലാ സ്ഥലത്തും കായ്ക്കുന്നതാണ് കംബോഡിയൻ ഗ്രേപ്സ് എന്ന് പറയുന്നത്. ഒരു തണ്ടിൽ 5 കിലോയിൽ കൂടുതലാണ് ഇതിനകത്ത് മുന്തിരിങ്ങ ഉണ്ടാവുന്നത്. ഇതിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ മഴ സമയത്ത് വെച്ച് പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ മുന്തിരിങ്ങ നമുക്ക് പറിച്ചെടുക്കാം. ഈ വലിപ്പത്തിലുള്ള തൈക്ക് 290 രൂപയാണ് കംബോഡിയൻ മുന്തിരിയുടെ വിലയെന്ന് പറയുന്നത്. കംബോഡിയൻ മുന്തിരിയുടെ തൈകൾക്ക് എല്ലായിടത്തും റേറ്റ് കൂടുതലാണ്. നമുക്ക് വരുന്നതും ഇതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്കടുത്തത് ഇംപേഷ്യൻസ് ബാൾസം. ജിഫി ട്രെയിൽ വരുന്ന ഇതുപോലത്തെ ടൈപ്പിലുള്ള ബാൾസം 10 കളറിൻ്റെ കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു കളറിന് ഒരു പ്ലാന്റിന് 28 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കളർ സെലക്ഷൻ ഉണ്ടാവില്ല, ഏതെങ്കിലും 10 കളറായിരിക്കും. നമ്മൾ പ്ലാന്റ് സൈസ് കാണിക്കാം. ഈ വലിപ്പത്തിലുള്ള 10 ഡിഫറെൻറ്റ് കളറുകളുടെ ബോൾസും തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലത്തെ ജിഫി ബാഗിലെയാണ്. ഈ ജിഫി ബാഗ് റിമൂവ് ചെയ്ത് കീറിക്കളഞ്ഞതിന് ശേഷം മാത്രമേ നടാവൂ. നടുന്ന സമയത്ത് വളങ്ങളൊന്നും അധികം ചേർക്കരുത്. മണ്ണും മണലും മാത്രം മിക്സ് ചെയ്ത് നടുക. ഈ ഒരു സമയത്ത്, ഈ മഴ സമയത്താണ് ഇത് ഏറ്റവും നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.